കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വിവാദമായ വിഷയമായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള. ഈ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയതിന് ശേഷം CPM-ലെ പല നേതാക്കളും ഇപ്പോൾ ജയിലിലാണുള്ളത്. എന്നാൽ ഈ ശബരിമലയിൽ മാത്രമല്ല കൊള്ള നടന്നിരിക്കുന്നത്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും അതേ രീതിയിലുള്ള കൊള്ള തന്നെയാണ് നടന്നത്. 550 കോടി രൂപയുടെ കൊള്ളയാണ് നടന്നിരിക്കുന്നത് എന്ന വെളിപ്പെടുത്തലുമായാണ് ഇപ്പോൾ സ്വാമി ഭദ്രാനന്ദ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. കേരളത്തിൽ ആകെ 4 കോടി രൂപയുടെ വിജയമല്യ കൊടുത്ത ഒരു സ്വർണത്തിന്റെ കഥ മാത്രമാണ് നമ്മൾ കേട്ടത്. അപ്പോൾ അതില് തന്ത്രി കുടുംബത്തിന്റെ ഇൻവോൾവ്മെന്റ് എന്താണെന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവരെ ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതും നമ്മൾ കാണുകയാണ്. നമ്മുടെ ചോദ്യം, ഒരു അന്വേഷണ കമ്മീഷന്റെ ഒരു റിപ്പോർട്ട് വെച്ചിട്ട് 4 കോടി രൂപയുടെ സ്വർണം മാത്രമാണ് ഇവിടെ അന്വേഷിക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, നവമാധ്യമങ്ങളിലും മറ്റുള്ള മീഡിയാസിലും ജനങ്ങളുടെ ഇടയിലൊക്കെ ചർച്ച അതും മാത്രമാണ്. എന്നാൽ നമ്മൾക്ക് ചോദിക്കാനുള്ളത് 550 കോടിക്ക് മേളിൽ വില വരുന്ന സ്വർണങ്ങൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് മോഷണം പോയി. അതും ഗവൺമെന്റിന്റെ അണ്ടറിലുള്ളതാണ്. നമ്മളിവിടെ ധരിച്ചു വെച്ചിരിക്കുന്നത് പത്മനാഭ സ്വാമി ക്ഷേത്രം ബിലോങ്സ് ടു കവടിയാർ പാലസ് എന്നാണ്. 7 ഏക്കർ 10 സെന്റ് സ്ഥലത്തിൽ സ്ഥിതി ചെയ്യുന്ന, അതായത് പുറമ്പോക്ക് ഭൂമിയിൽ. നിങ്ങൾ ചോദിക്കും, ഈ പറയുന്നത് ശരിയാണോ? ഇതെല്ലാം രേഖ വെച്ചിട്ട് സംസാരിക്കാനാണ് ഇവിടെ ഇരിക്കുന്നത്. 7 ഏക്കർ 10 സെന്റ് പുറമ്പോക്ക് ഭൂമിയാണ്, കൊട്ടാരത്തിന്റെ വകയല്ല. കൊട്ടാരത്തിന്റെ സാധനം എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ തിരുവനന്തപുരത്തുണ്ട്. രാജാവിന് ഉള്ളതല്ലേ, അവരെടുത്താൽ എന്താണ്? ഇത് ഇന്ന് ഗവൺമെന്റിന്റെയാണ്, ജനങ്ങളുടേതാണ്, പൊതുസമൂഹത്തിന്റെ സ്വത്താണ്. ഈ 7 ഏക്കർ 10 സെന്റിൽ ഇരിക്കുന്ന ഇത് എല്ലാ ക്രിയാവിക്രയങ്ങളും നടത്താനുള്ള ഇതും സർക്കാർ കൊടുക്കണം. അപ്പൊ സർക്കാർ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു, സർക്കാർ ചോദിക്കാത്തത് എന്തുകൊണ്ടെന്നുള്ളതാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. 2, ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രം, അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പ്രോപ്പർട്ടി എല്ലാം വ്യാജ പ്രമാണങ്ങളും അതുപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള രീതിയിൽ സർക്കാരിനെ ധരിപ്പിച്ചുകൊണ്ട് വ്യാജ പട്ടയം മേടിപ്പിച്ചിരിക്കുന്ന ഇതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചോദിക്കും, ഇത് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്സ് ആണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് വായിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽസ് അത്രയും ഞാൻ വാട്സപ്പോട് ചെയ്തു തരാം. ഇത് കണ്ടോ? 550 കോടിയുടെ തിരിമറി കൊള്ളയും നമ്മുടെ മൂക്കിന്റെ തുമ്പത്ത് ഇവിടുത്തെ രാജകുടുംബം എന്ന് അവകാശപ്പെടുന്ന ഗ്ലോറിഫൈഡ് ഇമേജ് ഹോൾഡ് ചെയ്യുന്ന സോ കോൾഡ് ലൂട്ടേഴ്സ് അവര് മോട്ടിച്ചതിന്റെ തെളിവാണ് സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഇത് ശരിയാണോ എന്ന് അമിക്കസ് ക്യൂറിയുടെ തെളിയിക്കാൻ വേണ്ടിയിട്ട് വിനോദ് റേയുടെ അടുത്ത റിപ്പോർട്ടാണ്. ഇതെല്ലാം ചുമ്മാ ഫോട്ടോസ്റ്റേറ്റ് എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം പക്ക റിപ്പോർട്ടാണ്. അടുത്തത്, ഇത്രയും വലിയ ഫയലില് അവിടെ നടത്തിയിരിക്കുന്ന എന്തൊക്കെ സാധനം ആണ് അമിക്കസ് ക്യൂറിയുടെ ഇതില് വെളിപ്പെടുത്തിയത്, ഓഡിറ്റ് ചെയ്തതിന്റെ റിപ്പോർട്ടാണ് ഇത്, വിനോദ് റേ. അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇതിന്റെ പിന്നിൽ അന്താരാഷ്ട്ര വിഗ്രഹ കൊള്ളക്കടത്താണ് ഇതിന്റെ പിന്നിലുള്ളത്. ഓസ്ട്രിയ കേന്ദ്രീകരിച്ച് നടക്കുന്ന, ഓസ്ട്രിയയുടെ തലസ്ഥാനം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ പറയുന്ന ഐഡിൽ മാഫിയ ശബരിമലയിൽ ഇരിക്കുന്നതെല്ലാം പുതിയ സ്വർണമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇരിക്കുന്നത് ഏറ്റവും വിലമതിക്കാനാവാത്ത വളരെ ആന്റിക് ആയിട്ടുള്ള സാധനമാണ്. അവിടുത്തെ സാധനം പുറത്തു പോയത് തിരിച്ചകത്ത് വന്നത് രേഖകളില്ല. ഇടയ്ക്ക് മോഷണം പോയ കാര്യങ്ങൾ പറയുന്നു. അത് അകത്ത് വന്നത്, മോഷണം പോയ സാധനമാണെങ്കിൽ തൊണ്ടി മുതലായിട്ട് കോടതിയിലാണ് എത്തേണ്ടത്. ഇത് ഡയറക്റ്റ് അകത്ത് കൊണ്ടുപോയി. എന്തുകൊണ്ട് ഇവർക്കെതിരെ ഇവിടെ ഒരു പാർട്ടിക്കാരും ചെറുവിരൽ അനക്കുന്നില്ല? അതുപോലെ തന്നെ കരമന ജയന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ കുറെ BJP കൗൺസിലർ പശുക്കളായിട്ട് ഇവിടെ പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്ത പശുക്കളെല്ലാരും കൂടെ കൊട്ടാരത്തിലെ പുല്ല് തിന്നാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ട് നിർത്തി. അവരെ കൊണ്ട് ഈ പറയുന്നവരെ കൊള്ളപ്പുല്ല് തിന്നിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇതിനെതിരെ അന്വേഷണം മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി BJP മാക്സിമം സഹായിക്കുകയാണ്. ഇവിടെ പാർട്ടിയല്ല നമുക്ക് പ്രധാനം, ഭഗവാന്റെ വികാരമാണ്. ഇവിടെ ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മുന്നോട്ട് വെച്ചതിൽ തെറ്റുണ്ടോ ഇല്ലെന്ന് മാധ്യമങ്ങളായി നിങ്ങൾ അന്വേഷിക്കണം. ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെയല്ല, വെറും 4 ഇതിന്റെ കോടിയുടെ കഥയല്ല ഇത്. ഇത് ദേശത്തിന്റെ അഭിമാനമാണ്, ഇത് ദേശത്തിന്റെ സ്വത്താണ്. ഇവർക്കെതിരെ, കൊട്ടാരത്തിനെതിരെ UAPA ചുമത്തി അവരെ NIA തന്നെ അന്വേഷിക്കണം. അവർക്കെതിരെ ഇത് രാജ്യദ്രോഹമാണ്. കാരണം ഈ ഭഗവാന്റെ പ്രോപ്പർട്ടി അത്രയും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത് ആന്റിക്കാണ്. ഇവിടുത്തെ ഒരു തുരുമ്പെടുത്തിട്ട് പോയാലും മൈനറായ ഭഗവാന്റെ സാധനം
ഈ ഹിന്ദു ലോ ഇത് വായിക്കണം. എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്? നിങ്ങൾ ഇത് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മുമ്പത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം സർക്കാരിന് കൊടുത്ത ഇത് ഫസ്റ്റ് ഇതെന്താണ് കോടതിക്ക് കൊടുത്ത ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇപ്പോഴത്തെ ജയകുമാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കണം. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ അന്നത്തെ DGPനെയും ഇരിക്കാൻ അനുവദിക്കാതെ നിർത്തിക്കൊണ്ട് പൊരിച്ചു. തനിക്ക് എന്ത് കിട്ടിയോടോ എന്ന് ചോദിച്ചിട്ട് VS ചോദിച്ചതാണ്. കാരണം അവർ പറഞ്ഞത്, അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പത്മനാഭസ്വാമി ഒരു പ്രൈവറ്റ് ടെമ്പിളിൻ്റെതാണെന്ന്. ഒരിക്കലുമല്ല. ഇത് നമ്മുടെ സർക്കാർ പുറപ്പെടുവിച്ച ഈ ലോ ബുക്കിനകത്തുണ്ട്. ഫസ്റ്റ് ദേവസ്വം ബോർഡുണ്ട്, സെക്കൻഡ് പത്മനാഭസ്വാമിയുടേതുണ്ട്. ഇത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. BJP കാണിക്കുന്ന പണി സർക്കാർ ചെയ്യുമോ ഇല്ലയെന്നുള്ളത് സർക്കാർ വ്യക്തമാക്കണം. കാരണം ഇത്രയും വലിയ കൊള്ളയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. മാത്രമല്ല അവിടുത്തെ അവകാശി എന്ന് പറഞ്ഞിരിക്കുന്ന തമ്പുരാനും തമ്പുരാട്ടി എന്നൊക്കെ നമ്മൾ പറയുന്നത് ശ്രീചിത്ര തിരുനാളിന്റെ ബാലരാമവർമ്മയുടെ സഹോദരി മക്കളാണ് അല്ലെ? അവർക്കല്ല അവകാശം. ഈ സർട്ടിഫിക്കറ്റ് കൂടെ നിങ്ങൾ നോക്കൂ. ചിത്ര തിരുനാളുടെ മകളുടെ, ഇതാരും ബ്രേക്ക് ചെയ്യാത്ത സാധനമാണ്. ചിത്ര തിരുനാളുടെ മകളുടെ ഈ കേസ് കംപ്ലീറ്റ് സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുവന്ന അനന്ത പത്മനാഭൻ എന്ന് പറഞ്ഞ വ്യക്തിയെ വണ്ടിയിടിച്ച് കൊല്ലാൻ ഇവർ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ഡ്രൈവർ സ്പോട്ടിൽ മരിച്ചു. അദ്ദേഹത്തിനെ വീണ്ടും ആക്രമിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ കാറിൽ പോയി അദ്ദേഹത്തിന്റെ സഹോദരിക്ക് സീരിയസ് ആയിട്ട് ആശുപത്രിയിലാവേണ്ടി വന്നു. ഇപ്പൊ ഞാൻ ഇതിലേക്ക് വേണ്ടി ഇറങ്ങി സംസാരിക്കുകയാണ്. ഇതിലേക്ക് ഇടപെട്ട എല്ലാവരെയും ഇവർ വകവരുത്തുകയാണ്. അപ്പോ രാജാവിനെതിരെ വാള് ഊരിയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അവനെ കൊല്ലണം, അല്ലെങ്കിൽ തിരിച്ചു കൊല്ലപ്പെടുമെന്നുള്ളൊരു നിയമമുണ്ട്. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ കരുതുന്നതല്ല ഇവിടുത്തെ കഥ. ഇവിടെ മാന്യതയുടെ മുഖം മൂടി ചമഞ്ഞു നിൽക്കുന്ന പല ആഭാസന്മാരും പല കൊടും ക്രിമിനൽസിനെയും സമൂഹം തിരിച്ചറിയണം. ഇത് ശരിയാണെങ്കിൽ നമ്മൾ വീണ്ടും കാണും. അടുത്ത വീണ്ടും ബ്രേക്കിംഗ് സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം. ആദ്യം ഇത് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുക. എന്തുകൊണ്ട് സർക്കാർ 550 കോടിയുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കാര്യത്തെ കുറിച്ച് അന്വേഷണം നടത്തുന്നില്ല? എന്തുകൊണ്ട് സർക്കാർ BJPയുടെ നയം നടപ്പിലാക്കാൻ വേണ്ടി അവരുടെ ഒപ്പം ചേരുന്നു എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. താങ്ക്